എല്ലാവർക്കും മെക്പോയിന്റ് കേരള PC-യിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മെക്കാനിക്കലിൻ്റെ ടെക്നിക്കൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടെക്നിക്കൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ മെക്പോയിന്റ് കേരള PC വഴി നോക്കിക്കൊണ്ടിരിക്കുന്നത്. കറൻ്റ്ലി നമ്മൾ ചെയ്യുന്നത് പോളി ലെക്ചറർ മെക്കാനിക്കൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ വരാനിരിക്കുന്നത് ഓവർസിയർ ഗ്രേഡ് 1 വാട്ടർ അതോറിറ്റി ഇറിഗേഷൻ AMVA അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാമുകൾക്കും ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് എൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോയാണ്. എൻ്റെ പേര് രാഹുൽ രവി എന്നാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. The first question, the velocity at which the laminar flow stops is known as. We have four options. The four options: velocity of approach, lower critical velocity, higher critical velocity, none of these. തീർച്ചയായിട്ടും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഇറ്റ് ഈസ് ലോവർ ക്രിട്ടിക്കൽ വെലോസിറ്റി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി എന്താണ് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് നമുക്ക് നോക്കാം. ക്രിട്ടിക്കൽ വെലോസിറ്റി ഇസ് ദ മാക്സിമം വെലോസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് above which the streamline flow gets the change to turbulent flow. സ്ട്രീംലൈൻ ഫ്ലോ ടർബുലന്റ് ഫ്ലോ ആവുന്ന പോയിന്റ് ആണ് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ലോവർ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വെലോസിറ്റി അറ്റ് വിച്ച് ലാമിനാർ ഫ്ലോ സ്റ്റോപ്സ് ആൻഡ് അപ്പർ ക്രിട്ടിക്കൽ വെലോസിറ്റി ഇസ് ദ വെലോസിറ്റി അറ്റ് വിച്ച് ടർബുലന്റ് ഫ്ലോ സ്റ്റാർട്ട്സ്. ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ഫ്ലോ ഫീൽഡ് അറ്റ് ദ സ്റ്റാഗ്നേഷൻ പോയിന്റ്, സ്റ്റാഗ്നേഷൻ പോയിന്റിൽ എന്താണ് എന്ന് നോക്കാം. We have four options: pressure is 0, total energy is 0, pressure head is equal to the velocity head, all the velocity head is converted into the pressure head. നമുക്കറിയാം സ്റ്റാഗ്നേഷൻ പോയിന്റിൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് all the velocity head is converted into the pressure head ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, the flow at constant rate through a tapering pipe is. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്: സ്റ്റഡി ആൻഡ് യൂണിഫോം, സ്റ്റഡി ആൻഡ് നോൺ യൂണിഫോം, സ്റ്റഡി ആൻഡ് യൂണിഫോം, നൺ ഓഫ് ദീസ്. ഈ ഒരു ക്വസ്റ്റ്യൻ മിക്ക എക്സാമ്പിളിലും നമ്മൾ കാണാറുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് എക്സാം ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ കേരള PSC എക്സാം ആണെങ്കിലും നോർമലി കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റഡി ആൻഡ് നോൺ യൂണിഫോം ആണ്. ടേപ്പറിംഗ് സെക്ഷനിലൂടെ, നോൺ യൂണിഫോം ക്രോസ് സെക്ഷനിലൂടെ കോൺസ്റ്റന്റ് റേറ്റിൽ പാസ് ചെയ്ത സ്റ്റഡി ആൻഡ് യൂണിഫോം ഫ്ലോ ആയിരിക്കും, നോൺ യൂണിഫോം ഫ്ലോ ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നോട്ട് ചെയ്യുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻസ് ഒന്നും എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്തതാണ്, അതുകൊണ്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫ്ലോ ഈസ് ക്ലാസിഫൈഡ് ആസ് ദ ലാമിനാർ ഫ്ലോ വെൻ ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് റൈനോൾഡ്സ് നമ്പർ ഈസ്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്: ലെസ് ദാൻ 2000, ബിറ്റ്വീൻ 2000 ആൻഡ് 4000, ബിറ്റ്വീൻ 4000 ആൻഡ് 5000, ഗ്രേറ്റർ ദാൻ 5000. അപ്പോൾ ആദ്യം തന്നെ റൈനോൾഡ്സ് നമ്പർ എന്താണെന്ന് മനസ്സിലാക്കുക. റൈനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു ദി വിസ്കസ് ഫോഴ്സ് ആണ്. ഒരു പൈപ്പ് ഫ്ലോ ആണെങ്കിലും അല്ലെങ്കിൽ ചാനൽ ഫ്ലോ ആണെങ്കിലും നമ്മളത് ടർബുലൻ്റ് ആണോ ലാമിനാർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഈ റൈനോൾഡ്സ് നമ്പർ വെച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഡാറ്റ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പൈപ്പ് ഫ്ലോ. പൈപ്പ് ഫ്ലോയുടെ കേസിൽ ലാമിനാർ ആവുന്നത് ലെസ് ദാൻ 2000ലാണ്. ലെസ് ദാൻ 2000 വരുമ്പോഴാണ് അത് ലാമിനാർ ഫ്ലോ ആവുന്നത്. ബിറ്റ്വീൻ 2000 ആൻഡ് 4000 എന്ന് പറയുന്നത് ട്രാൻസിഷനിലായിരിക്കും. എബോവ് 4000 ആയിരിക്കും അത് ടർബുലന്റ് ഫ്ലോ ആയിട്ട് വരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, the hydrostatic law states that the rate of increase of pressure in a vertical direction. Option A is equal to the density of fluid, is equal to specific weight of the fluid, is equal to the weight of the fluid, none of these. Hydrostatic law നമുക്കറിയാം റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രഷർ ഈസ് ഈക്വൽ ടു ദ സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ എ ഫ്ലോട്ടിംഗ് ബോഡി ദ ബോയിന്റ് ഫോഴ്സ് പാസസ് ത്രൂ. നമുക്കറിയാം 4 ഓപ്ഷൻസ് ഉണ്ട്: സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബോഡി, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി സബ്മർജ്ഡ് പാർട്ട് ഓഫ് ദി ബോഡി, മെറ്റാ സെൻറ്റർ ഓഫ് ദ ബോഡി ആൻഡ് സെൻട്രോയിഡ് ഓഫ് ദ വോളിയം ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. നമുക്കറിയാം ഒരു ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിൽ അത് സെൻട്രോയിഡ് ഓഫ് ദ വോളിയം ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി ആയിരിക്കും. അതായത് ഓപ്ഷൻ ഫോർത്ത് അല്ലെങ്കിൽ ഡി ആണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്കറിയാം സബ്മർജ്ഡ് അല്ലെങ്കിൽ
ഫ്ലോട്ടിംഗ് ബോഡിയിൽ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നമ്മൾ പറയുന്ന മെറ്റാ സെൻറ്റർ വെച്ചിട്ടാണെങ്കിലും ബോയൻ ഫോഴ്സ് പാസ് ചെയ്ത് പോകുന്നത് സെൻട്രോയിഡിലൂടെ ആയിരിക്കും. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദ പമ്പ് suitable for small discharge and high head is. We have for options centrifugal pump, axial flow pump, mixed flow pump, reciprocating pump. Centrifugal pump നമുക്കറിയാം ഹൈ ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ലോ ഹെഡ് ആണ്, 10 to 15 meters ഒക്കെയാണ് പറ്റത്തുള്ളൂ. ആക്സിയൽ ഫ്ലോ പമ്പ് ഹൈ ഡിസ്ചാർജ് ആണ്. മിക്സ്ഡ് ഫ്ലോ ഏകദേശം അതുപോലെ തന്നെയാണ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ആകുമ്പോഴാണ് ഇത് സ്മോൾ ഡിസ്ചാർജും ഹൈ ഹെഡ് ആപ്ലിക്കേഷനും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ. അത് ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് കൂടിയാണ്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ റോട്ടോ ഡൈനാമിക് പമ്പാണ്. റൊട്ടേറ്റിംഗ് ഇമ്പലർ അതിൻ്റെ സെൻട്രൽ പോർഷനിൽ ഉണ്ടാവും. റോട്ടോ ഡൈനാമിക് പമ്പാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, Kaplan turbine is a propeller turbine in which the vanes fixed on the hub are. ഈ കപ്ലാൻ ടർബൈന് നമ്മൾ പ്രൊപ്പല്ലർ ടർബൈൻ എന്ന് വിളിക്കുന്നത് വെയിൻസ് നോൺ അഡ്ജസ്റ്റബിൾ ആകുമ്പോഴാണോ, അഡ്ജസ്റ്റബിൾ ആകുമ്പോഴാണോ, ഫിക്സ്ഡ് ആകുമ്പോഴാണോ, അതിൽ നൺ ഓഫ് ദീസ് ആണോ? അഡ്ജസ്റ്റബിൾ ആകുമ്പോഴാണ്. അഡ്ജസ്റ്റബിൾ വെയിൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ പ്രൊപ്പല്ലർ ടർബൈൻ എന്നാണ് വിളിക്കുന്നത്, കപ്ലാൻ ടർബൈന്. കപ്ലാൻ ടർബൈൻ നമുക്കറിയാം ഒരു റിയാക്ഷൻ ടർബൈൻ ആണ്. ഹൈ സ്പെഷ്യൽ സ്പീഡുള്ള ഒരു ടർബൈൻ ആണ്. ലോ ഹെഡ് ആപ്ലിക്കേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടർബൈൻ ആണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് ഫോർ ദി അസംഷൻസ് മെയ്ഡ് ഇൻ ദ ഡെറിവേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ? 4 ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. ദ ഫ്ലോ ഈസ് സ്റ്റഡി, ദ ഫ്ലോ ഈസ് ഇൻകംപ്രസിബിൾ, ദ വിസ്കോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് നോൺ സീറോ, ദ ഫ്ലോ ഈസ് ഇറോട്ടേഷണൽ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ദ വിസ്കോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് 0 ആയിരിക്കണം. ബെർണോളിസിലെ അസംഷനിൽ പറയുന്നത് വിസ്കോസിറ്റി 0 ആയിരിക്കും. ഇവിടെ നോൺ സീറോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ QTS ആൻഡ് Q ആക്ച്വൽ ഇൻ എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഈസ് കോൾഡ്. അതായത് തിയററ്റിക്കൽ ഡിസ്ചാർജും ആക്ച്വൽ ഡിസ്ചാർജും തമ്മിലുള്ള ആ ഡിഫറൻസിനെ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ കേസിൽ എന്തെന്നാണ് പറയുന്നത്? ഓപ്ഷൻ എ എഫിഷ്യൻസി, ഓപ്ഷൻ ബി ലോസ് ഓഫ് എനർജി, ഓപ്ഷൻ സി ഡിസ്ചാർജ്, ഓപ്ഷൻ ഡി സ്ലിപ്പ്. ആൻസർ എന്ന് പറയുന്നത് സ്ലിപ്പ് ആണ്. 11th ക്വസ്റ്റ്യൻ, which component is not provided to the Pelton wheel turbine? Penstock, jet, casing, draft tube. നമുക്കറിയാം പെൽട്ടൺ വീലിൽ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു ഡിവൈസ് ഏതാണ് എന്നുള്ളതാണ്. ഡ്രാഫ്റ്റ് ട്യൂബ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് റിയാക്ഷൻ ടർബൈൻസിൻ്റെ കേസിലാണ്. ഡ്രാഫ്റ്റ് ട്യൂബ് തന്നെയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാ പോർഷൻസും നമുക്ക് ഈ പറയുന്ന പെൽട്ടൺ വീലിൽ ഉള്ളതാണ്. പെൽട്ടൺ ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പൾസ് ടർബൈൻ ആണ്. ഹൈ ഹെഡ് ആപ്ലിക്കേഷൻസ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടർബൈൻ ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഈസ് സ്റ്റാർട്ടഡ് വിത്ത് ഇറ്റ്സ് ഡെലിവറി വാൽവ് കെപ്റ്റ് fully open, fully closed, partially open, none of these. ഫുള്ളി ക്ലോസ്ഡ് കണ്ടീഷനിലാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മിക്ക എക്സാമുകളിലും ഇപ്പോൾ ഈ ഇടയ്ക്ക് നടന്ന ഓവർസിയർ എക്സാമുകളിലും ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ, കിപ്പോലിറ്റി വിയർ ഇസ് എ ഡാഷ് വിയർ. ഇത് സെക്ഷൻ ആണെന്നാണ് ചോദിച്ചിരുന്നത്. സർക്കുലർ, റെക്ടാങ്കുലർ, ട്രയാങ്കുലർ, ട്രപ്പിസോയിഡൽ. ട്രപ്പിസോയിഡൽ വിയർ ആണത്, ഓർത്ത് വയ്ക്കുക. 14ാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്പെഷ്യൽ സ്പീഡ് ഓഫ് എ ടർബൈൻ ഈസ് 6. ദ ടർബൈൻ ഷുഡ് ബി. സ്പെഷ്യൽ സ്പീഡ് വളരെ കുറവാണ്. അത് പെൽട്ടൺ വീലാണ്, പെൽട്ടൺ ടർബൈൻ ആയിരിക്കും. കാരണം പെൽട്ടൺ ടർബൈൻ്റെ സ്പെഷ്യൽ സ്പീഡ് എന്ന് പറയുന്നത് 0 to 60 വരെയാണ് വേരി ചെയ്യുന്നത്. ഫ്രാൻസിസ് ആണെങ്കിൽ മീഡിയം ഹെഡ് ടർബൈൻ ആണ്, അത് 60 to 300 വരെയാണ്. കപ്ലാൻ ടർബൈൻ ആണെങ്കിൽ സ്പെഷ്യൽ സ്പീഡ് ഹയർ ആയിരിക്കും. ഓർത്ത് വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിപ്ലോമ ലെവൽ എക്സാമുകൾക്കാണ് ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രോളിക് കപ്ലിംഗ് ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് സെയിം ടോർക്ക് ടു ദ ഡ്രിവൻ ഷാഫ്റ്റ്, ട്രാൻസ്മിറ്റ് ഇൻക്രീസ് ടോർക്ക് ടു ദ ഡ്രിവൻ ഷാഫ്റ്റ്, ട്രാൻസ്മിറ്റിംഗ് ഡിക്രീസ്ഡ് ടോർക്ക് ടു ദ ഡ്രിവൻ ഷാഫ്റ്റ്, നൺ ഓഫ് ദീസ്. എന്താ പറയുക, ഹൈഡ്രോളിക് കപ്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈഡ്രോളിക് കപ്ലിംഗ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 16th ക്വസ്റ്റ്യൻ, ദ ചേഞ്ച് ഇൻ മൊമെന്റ് ഓഫ് വാട്ടർ ഡ്യൂ ടു സഡൻ ക്ലോസിംഗ് ഓഫ് വാൾവ്സ് ഈസ് നൗ കോൾഡ് cavitation, momentum of water, water hammering,
വാട്ടർ എക്സ്പ്ലോഷൻ. നമുക്കറിയാം സഡൻ ആയിട്ട് നമ്മൾ വാൽവ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരും വാട്ടർ ഹാമറിങ് എന്നാണ്. വാട്ടർ ഹാമറിങ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഓർത്ത് വയ്ക്കുക. 17ാമത്തെ ക്വസ്റ്റ്യൻ, ദ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ആൻ ഓറിഫൈസ് മീറ്റർ ഈസ് ഇൻ ദ റേഞ്ച്. ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു കോഎഫിഷ്യന്റ് ഓറിഫൈസ് മീറ്റർ അല്ലെങ്കിൽ വെഞ്ചുറി മീറ്റർ ഒക്കെ നമുക്ക് ഫ്ലോ മെഷർ ചെയ്യുന്നതിന്, റേറ്റ് ഓഫ് ഫ്ലോ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ്. ഓറിഫൈസ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ് എന്നാണ്. CD ആണ് നമ്മൾ അതിൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിമ്പിൾ സ്മോൾ ലെറ്റർ CD ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഓറിഫൈസ് മീറ്റർ എന്ന് പറയുന്നത് വളരെ ഇച്ചിരി കുറവായിരിക്കും വെഞ്ചുറി മീറ്ററിനെ വെച്ച് നോക്കുകയാണെങ്കിൽ. 0.62 to 0.65 ആണ് ഇതിൻ്റെ കറക്റ്റ് ഒരു ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഓർത്ത് വയ്ക്കുക. 18ാമത്തെ ക്വസ്റ്റ്യൻ, ദ സൈസ് ഓഫ് വെഞ്ചുറി മീറ്റർ ഈസ് സ്പെസിഫൈഡ് ബൈ. ഓപ്ഷൻസ് ഉണ്ട്: ഫ്ലൂയിഡ് പ്രഷർ, ഡിസ്ചാർജ്, പൈപ്പ് ഡയ ആൻഡ് ത്രോട്ട് ഡയ. ഓപ്ഷൻ ഡി, ലെങ്ത് ഓഫ് വെഞ്ചുറി മീറ്റർ. നമുക്കറിയാം വെഞ്ചുറി മീറ്റർ ഒരു ക്ലോസ്ഡ് ചാനൽ ഫ്ലോയിൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലോസ്ഡ് ചാനൽ ഫ്ലോയിൽ യൂസ് ചെയ്യുന്ന ഒരു പൈപ്പ് ഫ്ലോയിൽ യൂസ് ചെയ്യുന്നതാണ് വെഞ്ചുറി മീറ്റർ. വെഞ്ചുറി മീറ്ററിൻ്റെ ഈ പറയുന്ന ഡിസ്ചാർജ്, കോഎഫിഷ്യന്റ് ഡിസ്ചാർജ് ഞാൻ പറഞ്ഞൊരു 0.95 to 0.98 വരെയൊക്കെ ആയിരിക്കും. ഭയങ്കര ഹയർ ആയിട്ടുള്ളൊരു കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആണുള്ളത്. സൈസ് ഓഫ് വെഞ്ചുറി മീറ്റർ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് പൈപ്പ് ഡയമീറ്റർ അല്ലെങ്കിൽ ത്രോട്ട് ഡയമീറ്റർ, രണ്ടും കൂടി കൂട്ടിച്ചേർത്താണ്. പൈപ്പ് ഡയമീറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ത്രോട്ട് ഡയമീറ്റർ നമ്മൾ അതിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, സ്ക്വയർ റൂട്ട് ഓഫ് ദ റേഷ്യോ ഓഫ് ദി ഇനേർഷ്യ ഫോഴ്സ് ടു ദി ഇലാസ്റ്റിക് ഫോഴ്സ് ഇസ് നോൺ ആസ്. നമുക്കറിയാം ഇനേർഷ്യ ഫോഴ്സ് ടു ദി വിസ്കസ് ഫോഴ്സ് ആണെങ്കിൽ റൈനോൾഡ്സ് നമ്പർ ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് ദി ഇനേർഷ്യ ഫോഴ്സ് ടു ദി സർഫസ് ടെൻഷൻ ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ വെബർ നമ്പർ എന്നാണ് പറയുന്നത്. ഫ്രോഡ് നമ്പർ ആണെങ്കിൽ ഇനേർഷ്യ സ്ക്വയർ റൂട്ട് ഓഫ് ദി ഇനേർഷ്യ ഫോഴ്സ് ടു ദി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയിരിക്കും. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു ദി ഇലാസ്റ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് മാക് നമ്പർ ആണ്. പ്രഷർ ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ ഊലേഷ് നമ്പർ എന്നാണ് കൂടി എന്ന് പറയുന്നുണ്ട്. ഊലേഷ് നമ്പറും കൂടി ഉണ്ട്. മാക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ഫോഴ്സ് ടു ദി ഇലാസ്റ്റിക് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ മാക് നമ്പർ നമ്മൾ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോയിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. അത് കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോയിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. നിങ്ങൾ അതെന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി ഓഫ് ഒരു ഫ്ലോ ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് മാക് നമ്പർ. മാക് നമ്പർ യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലോ സബ്സോണിക് ആണോ സൂപ്പർസോണിക് ആണോ അതുപോലെ ഹൈപ്പർസോണിക് ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എയർക്രാഫ്റ്റിൻ്റെ കേസിലാണ് കൂടുതലായിട്ടും നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹൈപ്പർസോണിക് ഒക്കെ ആണെങ്കിൽ >5 ആയിരിക്കും മാക് വരുന്നത് അല്ലേ. കംപ്രസിബിൾ ഫ്ലോയുടെ കേസിൽ <0.3 ആയിരിക്കും വരിക മാക് നമ്പർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, അണ്ടർ വിച്ച് കണ്ടീഷൻ ഫ്ലോ സെപ്പറേഷൻ ടേക്സ് പ്ലേസ്. ഫ്ലോ സെപ്പറേഷൻ ഉണ്ടാവുന്നത് ഏത് കണ്ടീഷനിലാണ്? when dp/dx greater than 0, dp/dx is equal to 0, dp/dx less than 0, none of these. നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് dp/dx greater than 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ്. അതായത് ഫ്ലോ സെപ്പറേഷൻ occurs when pressure gradient is positive and velocity gradient is negative. വെലോസിറ്റി ഗ്രേഡിയൻറ്റ് നെഗറ്റീവും പ്രഷർ ഗ്രേഡിയൻറ്റ് പോസിറ്റീവ് ആകുമ്പോഴാണ് ഫ്ലോ സെപ്പറേഷൻസ് നോർമലി ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യനുകളാണ്, സിംഗിൾ ലൈനർ ക്വസ്റ്റ്യനുകളാണ് ഉൾപ്പെടുത്തിയിട്ടിരുന്നത്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന വീഡിയോസിലായിരിക്കും ഉണ്ടാവുക. ഇത് സിമ്പിൾ ലൈനർ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരള വാട്ടർ അതോറിറ്റിയുടെ ഓവർസിയർ ഗ്രേഡ് 1 എക്സാമിനും ഇത് ഉപകാരപ്രദമാണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് ആ എക്സാമിനും. എല്ലാ മെക്കാനിക്കൽ PSC ടെക്നിക്കൽ എക്സാമുകൾക്കും ഇത് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഓക്കെ, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തുന്നത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.